എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP/FIIMP പ്രവേശന SC/ST/PWD സ്പെഷ്യൽ അലോട്ട്മെന്റ് ആയിട്ടുള്ള അപേക്ഷകളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കും പഠന വകുപ്പുകളിലെ 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും SC/ST/PWD വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ് 21/7/2021 നടത്തുന്നതാണ്. അതായത് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ത് ചെയ്യും? ജൂലൈ മാസം 21 നടത്തും SC/ST/PWD വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടി. SC/ST/PWD വിഭാഗത്തിൽപ്പെട്ട ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 18/7/2026 മുതൽ 20/7/2026 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരമുണ്ട്. നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാത്ത SC/ST/PWD കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ 18 മുതൽ 20 വരെ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക്. മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട് നിലവിൽ അലോട്ട്മെന്റിൽ നിന്നും പുറത്തായ വിദ്യാർത്ഥികൾ സെക്ഷൻ അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിനായി കറക്ഷൻ റീകോർഡിനേഷൻ റീകൺസിഡറേഷൻ ഫീ ഇനത്തിൽ 200 രൂപ ഒടുക്കിയ ശേഷം റെസീറ്റ് സഹിതം UGDOA@kannur.unive.ac.in എന്ന ID-യിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ്. കറക്ഷൻ റീകൺസിഡറേഷൻ ഇനത്തിൽ ഫീസ് മുൻപേ അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും അടയ്ക്കേണ്ടതില്ല. ഇവിടെ പറയുന്ന കാര്യം വെച്ചാൽ നിലവിൽ SC/ST/PWD വിഭാഗങ്ങളിൽ നിന്നും അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായി പോയ വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിനായി കറക്ഷൻ റീകൺസിഡറേഷൻ ഫീ ഒരു 200 രൂപയുണ്ട്. അത് അടച്ച ശേഷം അതിൻ്റെ റെസീറ്റും സഹിതം നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് നിങ്ങളെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ഈ ഇമെയിൽ ID-യിലേക്ക് അതിൻ്റെ റെസീറ്റ് സഹിതം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാൻ സാധിക്കുന്നതാണ്. കാര്യം പറഞ്ഞ് അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓൾറെഡി ആ 200 രൂപ അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ടതില്ല. മാനേജ്മെന്റ് കോട്ട വഴി അപേക്ഷിച്ചവരെയും അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും. അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ താൽക്കാലികമായോ സ്ഥിരമായോ പ്രവേശനം നേടിയവരിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയോ മാത്രം അലോട്ട്മെന്റിന് പരിഗണിക്കുന്നതായിരിക്കും. നിലനിർത്തിയവരെ മാത്രം അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. ഇവർക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ പെർമനന്റോ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിയവരെ ഈ അലോട്ട്മെന്റിൽ പരിഗണിക്കും. ഇവർക്ക് പുതിയ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എഡിറ്റ് വരുത്താൻ സാധിക്കില്ല എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്തവരിൽ ഓപ്ഷനുകൾ മാറ്റാൻ ആഗ്രഹിക്കാത്തവരും ഏതെങ്കിലും കോളേജിൽ താൽക്കാലികമായോ സ്ഥിരമായോ പ്രവേശനം നേടിയവരും പുതിയതായി രജിസ്ട്രേഷൻ ചെയ്യുന്നവരുമല്ലാതെ സെക്ഷൻ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം കറക്ഷൻ റീകൺസിഡറേഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അതുവരെ അത് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ, ഓപ്ഷൻ മാറ്റാൻ ആഗ്രഹിക്കാത്തവർ, ഏതെങ്കിലും കോളേജിൽ താൽക്കാലികമായോ സ്ഥിരമായോ പ്രവേശനം നേടിയവർ, പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നവരല്ലാതെ മറ്റാരും എന്ത് ചെയ്യണ്ട, ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള ശ്രദ്ധയിൽപ്പെടുന്നു. സെക്ഷൻ അലോട്ട്മെന്റിൽ ആദ്യമായി അലോട്ട്മെന്റ് ലഭിച്ചവർ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് SBI ഇ-പേ വഴി അഡ്മിഷൻ ഫീസ് നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. മറ്റു രീതിയിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കില്ല. ഫീസ് അടയ്ക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശനത്തിനായി 22/7/2026, 23/7/2026 തീയതികളിൽ കോളേജിൽ ഹാജരാവേണ്ടതാണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടൈമിൽ പറഞ്ഞു തരും.
ആദ്യ 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഹയർ ഓപ്ഷനുകൾ ലഭിച്ചാൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെന്റ് ലഭിച്ച് നിങ്ങൾ ഫീസ് അടച്ചവരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ലഭിച്ചാൽ കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ഹെൽപ്പ് ഡെസ്കിന് ബന്ധപ്പെടാം 049727666388 049727152227. UG DOAT Kannur University.ac.in വെബ്സൈറ്റ് admission.kannuruniversity.ac.in ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ പുതിയമായി കാണുന്നവരെ ഫാദർ താങ്ക് ഫോർ വാച്ചിങ്. ബൈ.